ഹായ് അമ്മ. ഹായ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എല്ലാവർക്കും കേട്ടോ. അപ്പൊ ഇന്ന് നമുക്ക് ആ എന്റെ ക്യാമറമാൻ ഇത്തിരി ചിക്കൻ വെച്ചു കൊടുക്കാം അല്ലേ? വെച്ചു കൊടുത്തോളൂ, പാവല്ലേ. അപ്പൊ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പാവം അവനവനെ പറയുന്നില്ലേ? അല്ല, അതെന്താ ഒരു പാവക്കരിക്കണ അവിടെ? ചിക്കനിൽ പാവക്കിട്ട് വെക്കേ? അല്ല, ഇത് അച്ഛന് പാവക്ക മെഴുക്ക് വരട്ടി തൈര് മാത്രം മതി. അതെന്താ അങ്ങനെ? അച്ഛനത് മതി, വേനൽക്കാലാണ് വേണ്ട. അപ്പോൾ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചു. ഇനി അതിന് വേണ്ട സാധനങ്ങൾ പറയാം. സവോള, പച്ചമുളക്, 1 സ്പൂൺ തൈര്, മല്ലിയില, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, കുരുമുളക് പൊടി, തക്കാളി, മുളക് പൊടി, ഗരം മസാല, മഞ്ഞൾ, ഉപ്പ്. എത്ര മതി? ഇനി എത്ര വേണോ? അയ്യോ ദൈവമേ. എണ്ണ ഒഴിക്കൂ. അപ്പം അതിലേക്ക് എണ്ണ ഒഴിച്ചു. ചട്ടി ചുട്ടിച്ചോ? പക്ഷെ അമ്മ ഇന്നലെ എന്നെ ചുട്ടിച്ചില്ല, അതിനെപ്പറ്റി ഞാൻ ചോദിക്കട്ടെ. അമ്മ ഇന്നലെ അമ്മ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കിയിട്ട് വൈകിട്ട് കുളിക്കാൻ പോകുമല്ലോ. അപ്പോൾ കുളിക്കാൻ പോണ സമയത്ത് അമ്മ വേർത്ത് വന്നിട്ട് അവിടെ 5 മിനിറ്റ് ഇരുന്നു. അപ്പം അച്ഛൻ എന്ത് പറഞ്ഞു? ഇനി എന്തിനാ ഇരിക്കുന്നത്, നേരെ പോയി കുളിച്ചോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്താ പറഞ്ഞേ? നല്ല കാര്യമല്ലേ, അമ്മനെ സപ്പോർട്ട് ചെയ്യല്ലേ ചെയ്തത്. അമ്മ എന്നെ ചീത്ത പറഞ്ഞില്ലേ? ഓർമ്മയുണ്ട് അമ്മയ്ക്ക്? ഞാൻ എന്താ പറഞ്ഞേ? അച്ഛാ, അങ്ങനെ ധൃതി പിടിക്കരുത്. ഈ അടുക്കളയിൽ നിന്ന് വന്നിട്ട് ആ വേർപ്പോട് കൂടിയിട്ട് അങ്ങനെ കുളിക്കാൻ പോകരുത്, മേക്കഴുകാനോ കുളിക്കാനോ പോകരുത്. ഇത്തിരി നേരം അവിടെ ഇരുന്നോട്ടെ. അതൊരു നല്ല കാര്യമല്ലേ പറഞ്ഞത്. ഇപ്പൊ നോക്കൂ, ഇപ്പൊ നമ്മുടെ പൂരത്തിനോ നേർച്ചയ്ക്ക് ഒരു ആനയെ കൊണ്ടുവന്നു. ആ ആനേനെ നമ്മുടെ ഭാരതപ്പുഴയിൽ കുളിപ്പിച്ച് ഭസ്മം തുടിയിച്ച് അതിനുശേഷം നമ്മുടെ വേലയ്ക്കും പൂരത്തിനും നിർത്തുള്ളൂ. നേരെ അങ്ങോട്ട് കൊണ്ടുപോകും പൂരത്തിന്. അതുപോലെയാണ് ഒരു പണി കഴിഞ്ഞ് വന്ന എത്ര നേരം റെസ്റ്റ് എടുക്കണം. നല്ല കാര്യമല്ലേ പറഞ്ഞത്. ഒരു ഗജരാജാവിനെയാണമ്മ. അതില അമ്മ ആനയല്ലമ്മ, ഒരു ആനേനെ നമ്മൾ ബുദ്ധിമുട്ടിക്കാനാണല്ലോ കൊണ്ടുപോണത്. അതിനെപ്പോലും അത് ഞാൻ പറഞ്ഞല്ലോ. അച്ഛൻ വിചാരിച്ചു കുളിച്ചിട്ട് വന്നിട്ട് സ്വസ്ഥായിട്ട് ഇരിക്കാലോ എന്ന് പറഞ്ഞിട്ട് അച്ഛൻ പറഞ്ഞത് പോയി കുളിച്ചു വന്നാ പിന്നെ എന്തെങ്കിലും ഇരിക്കുന്നത് പറഞ്ഞു. അപ്പൊ നീ എന്ത് പറഞ്ഞ? അല്ല അച്ഛാ, അത് വേർപ്പറ്റ ഇരിക്കുകയാണ് അമ്മ. അത് പറഞ്ഞല്ലോ, അതിന് വേണ്ടി ഇരിക്കുകയാണ്. ഒന്നും കൂടി സ്ട്രോങ് ആയിക്കോട്ടെ, ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വിചാരിച്ചു. അതിന് വേണ്ടി ഇരിക്കുകയാണ് അച്ഛാ എന്ന് പറഞ്ഞു. അത് നല്ല കാര്യം. അതിന്റെ ഇടയ്ക്ക് അച്ഛാ, ഈ പൂരപ്പറമ്പിലേ ആനയെ കൊണ്ടുപോയില്ലേ? അപ്പൊ എന്താണ് എന്തൊക്കെ? അങ്ങനെയല്ല ഞാൻ പറഞ്ഞു. അത് നേരെ അങ്ങോട്ട് കൊണ്ടുവരികയാണ് ചെയ്യുക. അതിന് നമ്മൾ വരച്ച് കഴുകി വൃത്തിയാക്കി ചന്ദനം ഇടിച്ച് കുരി തുടിച്ച് അതൊരു സന്തോഷമൊക്കെ ആവണം. എന്നിട്ട് നമ്മളവിടെ കൊണ്ടുപോയി നിർത്തുള്ളൂ വെയിലത്ത്. അതുപോലെയാണ് അമ്മ അത്രയ്ക്ക് ബുദ്ധിമുട്ടി വന്നിട്ട് ഒന്ന് ഇത്തിരി നേരമൊക്കെ ഇരുന്നിട്ട് പിന്നെ പോയിട്ട് എന്താ ഉത്സവ പറമ്പിൽ വരുമ്പോൾ സ്വസ്ഥമായിട്ട് ഇരുന്നോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അല്ലമ്മ, ഒരു ഉപമ എന്ന് പറയുമ്പോൾ അത്രയും ബുദ്ധിമുട്ടല്ലമ്മ. പാവം അമ്മ, ഈ ആനക്കൊക്കെ അത്രയും ബുദ്ധിമുട്ടല്ലമ്മ. അതിനെ കുളിപ്പിക്കുമ്പോ അതിന്റെ വിചാരം എന്താ? എന്നെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് അങ്ങനെയല്ല. അയ്യോ അങ്ങനെയല്ല, എല്ലാത്തിന്റെ അർത്ഥം അങ്ങനെയല്ല. അപ്പൊ അതിന്റെ ഉദ്ദേശം എന്താണ് ആനയുടെ? ഇതെന്തോ എന്നെ നന്നാക്കാൻ കൊണ്ടുപോകണമെന്നല്ല, അതിനെ വെയിലത്ത് പൊരിവെയിലത്ത് നിർത്താൻ കൊണ്ടുപോകണം. മനസ്സിലായില്ലേ? അപ്പൊ ആനയ്ക്കത് അറിയില്ല. ഈ പാപ്പാനെ ചെയ്യണ ഇതൊക്കെ കാണുമ്പോ ആനയുടെ വിചാരം എന്താ പറഞ്ഞ? എന്ന് വെച്ചാ ഒരു ആന ബുദ്ധിമുട്ടിട്ടാണ് എൻ്റെ അമ്മ വരുന്നത്. അത് ഇത്ര നേരം സ്വസ്ഥമായിട്ട് ഇരുന്നോട്ടെ എന്ന് പറഞ്ഞാണ്. മനസ്സിലായില്ലേ? ഒരു ചെറിയ മൃഗത്തിനെ പറഞ്ഞാൽ നമുക്ക് വിഷമാവില്ലേ? ഇപ്പൊ ഞാൻ പറയാണ്, എന്താ ഒരു മൊയലിനെ പോലെ ബുദ്ധിമുട്ടിട്ടാണ് വരുന്നത് പറഞ്ഞാൽ അമ്മ അംഗീകരിക്കുകയോ? അപ്പൊ ആനാന്ന് പറയുമ്പോ അതിന്റെ ഒരു പ്രൗഢി ഇല്ലേ അമ്മ? അപ്പൊ എന്റെ അമ്മയല്ലേ എത്ര വലിയ മൃഗമായിക്കോട്ടെ വിചാരിച്ചു. തെറ്റായോ? ആ ചെറി അങ്ങോട്ട് ശരിക്കും അങ്ങോട്ട് വരുന്നില്ല കേട്ടോ. അതങ്ങോട്ട് ഓപ്പണായിട്ട് ക്ലോസപ്പ് ചെറി വരുന്നില്ല. ആ ചെറിയിൽ എന്തോ അങ്ങനെ പിടുത്തം, ക്ലച്ച് പിടിക്കുന്ന വണ്ടി പോലെ. ദുഷ്ടൻ. ഞാൻ ആദ്യം സപ്പോർട്ട് ചെയ്യാന്ന് വിചാരിച്ച് തിരിച്ചു. എന്റെ മോൻ എന്നെ എന്താ സപ്പോർട്ട് ചെയ്യണമെന്ന്. അവസാനം ഉണ്ട് ചെക്കൻ. നമ്മുടെ മോൻ നമ്മുടെ സ്വഭാവമല്ലേ എനിക്ക് വരുള്ളൂ, വേറെ സ്വഭാവം വരും എനിക്ക്. ഇത് കളിയാക്കലല്ലമ്മ, അതൊരു വലിയൊരു മൃഗമല്ലമ്മ, ചെറിയ മൃഗമൊന്നും അല്ലല്ലോ. അത് നമ്മ അഭിമാനിക്കണ്ടേ? അപ്പൊ ആന ഒരു നല്ല മൃഗമല്ല.
അല്ലമ്മ അപ്പം ആന ഒരു നല്ല മൃഗം അല്ല എന്നാണ് അമ്മ പറയണത്. അമ്മയ്ക്ക് ആനേനെ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട മൃഗം ആനയല്ലേ? എന്നാലും അമ്മ അതാ പോണു ആന അതാ പോണു ആന എന്ന് എപ്പോഴും പറയാറില്ലേ? അപ്പൊ ഞാൻ വിചാരിച്ചു ഇതായിരിക്കും നമുക്ക് ഇഷ്ടപ്പെട്ട മൃഗം. ഞാൻ അപ്പം ഇന്നലെയും പറഞ്ഞു അമ്മ ആന നമുക്ക് ഇഷ്ടപ്പെട്ട മൃഗമായതുകൊണ്ട് ആനയുടെ പേര് വന്നിട്ട് പറയുമ്പോൾ അമ്മയ്ക്ക് സന്തോഷമാവും എന്ന് പറഞ്ഞു. അപ്പം അമ്മ പറഞ്ഞു ഇഷ്ടപ്പെട്ട മൃഗം അതല്ല നീയാണ് പറഞ്ഞു. എന്നെ മൃഗം എന്ന് പറയാൻ പറ്റുമോ അമ്മ? തെറ്റും ശരിയാക്കിട്ടവർ പറയും. അപ്പോൾ ചിക്കൻ ഇതിന് കിട്ടും. ആദ്യം ചിക്കൻ ചിക്കൻ വെച്ച് തരാൻ പാടില്ല. എന്താ എന്തല്ലേ എന്തല്ലേ എപ്പമ്മ നല്ലതല്ലമ്മ പറഞ്ഞേ. അതെയോ? അങ്ങനെ ആർക്കേലും പറയാൻ തോന്നിയല്ലോ. തന്നെ വലിയ അവർക്ക് മനസ്സിലായി. എപ്പ കണ്ടു? ഞാൻ കാണിക്കില്ലെന്നുള്ളൂ. അവര് വിചാരിച്ചിരിക്കുന്നറിയോ പാവ ഈ പച്ചക്കറികൾ വെജ് മാത്രം കൊടുക്കുന്നത്. വെജ് മാത്രം കഴിച്ച് ജീവിക്കുന്നത് മുതല്. എന്നാലും അമ്മേനെ എങ്ങനെ സപ്പോർട്ട് ചെയ്യാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. ഞാൻ സപ്പോർട്ട് ചെയ്യാൻ വന്നിട്ടൊക്കെ ചീത്ത വെച്ചായിരുന്നു. നീ ഒരുപാട് സപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. അതൊന്നുമില്ല ഒരുപാട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് വേണ്ട ഉപ്പിട്ട് കൊടുക്കും മറക്കരുത്. അടച്ചു വെക്കാൻ പാത്രം മേടിക്കാൻ പോയതാ. ഇത്തിരി മഞ്ഞപ്പൊടി ഇട്ടിട്ട് ഇത് ഒന്ന് ഈ വെള്ളത്തിൽ ഇറങ്ങട്ടെ. ചിക്കൻ്റെ ഉള്ളിലെ വെള്ളമില്ലേ ഇറങ്ങണം. അതുകൊണ്ട് എണ്ണ വരുമ്പോൾ ഇതിനകത്ത് മസാല ഇടുമ്പോൾ അതിനൊരു പ്രത്യേകതയുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് ഇങ്ങനെ മതിയല്ലോ. എനിക്ക് ധാരാളം അച്ഛനും വേണ്ട അമ്മയ്ക്കും വേണ്ട. പിന്നെ എന്ത് ചെയ്യാനാ? കുറച്ച് മതി. ഓക്കെ. അപ്പോൾ ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കട്ടെ. എന്നിട്ട് ബാക്കിയുള്ളതൊക്കെ നമുക്ക് പിന്നെ ചെയ്യാം. അതിൻ്റെ വെള്ളം നിറങ്ങണമെങ്കിൽ 5 മിനിറ്റ് വേണം. അതായിക്കോട്ടെ. അപ്പം നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ പറയാം. വെറുതെ അതിങ്ങനെ ഇറക്കിക്കൊണ്ടിരുന്നാൽ എന്താ രസം ഉണ്ടാവുക? ഒരു രസമില്ല അല്ലേ? അപ്പോൾ അത് നമ്മളിപ്പോൾ നമുക്ക് ഒരുപാട് സമ്പത്തുണ്ട്, വലിയ വീടുണ്ട്, കാറുണ്ട്, എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ട്. അതുകൊണ്ട് മാത്രം സന്തോഷം കിട്ടുമോ? ഇല്ല. എന്താ അറിയുമോ? നമുക്ക് സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ഒക്കെ ആൾക്കാർ വേണം. അപ്പോഴാണ് ആ ജീവിതത്തിനൊരു സുഖം. അല്ലാണ്ട് ഈ സമ്പത്തൊന്നും നമുക്ക് യാതൊരു സുഖവും കൊണ്ടുതരില്ല. അപ്പോൾ എല്ലാണ്ട് നമുക്ക് വെച്ച് വിളമ്പി തരാനൊക്കെ ആൾക്കാരുണ്ട്. നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് ടേബിളിൻ്റെ മുകളിൽ ഇങ്ങനെ കുറേ വിഭവങ്ങളൊക്കെ വെച്ച് കഴിക്കുമ്പോൾ അതിനൊരു സ്വാദ് നമുക്ക് തോന്നില്ല. ഇപ്പം നമുക്ക് മനസ്സിലായോ? ഒരു നേരം 2 നേരം അമ്മയോടൊപ്പം ഇരുന്ന് കഴിക്കുമ്പോൾ അതിൻ്റെ സ്വാദ് അമ്മയ്ക്ക് മനസ്സിലാവേണ്ടത്. അതിൻ്റെ പറയണേ, എനിക്കത് അറിയുകൊണ്ടല്ലേ പറയണേ. അപ്പോൾ അതുപോലെ നമ്മളെന്നെ തന്നെ ഇപ്പം ഞാൻ ഈ ചിക്കൻ ഉണ്ടാക്കിയെന്ന് വെച്ചോ. ഈ ചിക്കനൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നത് കഴിക്കുമ്പോൾ എനിക്ക് അതിൻ്റെ സ്വാദ് എന്താണെന്ന് പോലും മനസ്സിലാവില്ല. കാരണം എന്താ പറഞ്ഞാൽ അമ്മേനെ ഉണ്ടാക്കി അയ്യോ ഒന്നും മിണ്ടാനും പറയാനും ഒന്നുമില്ല. ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയത്? അല്ലെങ്കിൽ ഇപ്പോൾ നീയോ അച്ഛനൊക്കെ ഒപ്പം ഇരിക്കുമ്പോൾ അമ്മ നന്നായിട്ട് കേട്ടോ അതെങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് പറയും, അല്ലെങ്കിൽ ഇത് നന്നായിട്ട് പറയും, അല്ലെങ്കിൽ ഇതിന് എന്തോ ഒരു കുറവുണ്ട്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയും. ഒരു വായ നമുക്ക് കൂടുതൽ കഴിക്കാൻ തോന്നും. പിന്നെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയും. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തമാശ പറയും. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് തോന്നും? ആ ഭക്ഷണത്തിനൊരു ടേസ്റ്റ് തോന്നും. നമ്മൾ ഒത്തിരി കൂടുതൽ കഴിക്കും. തീർച്ചയായിട്ടും ഒറ്റയ്ക്ക്. അപ്പം അതേപോലെ സ്നേഹബന്ധങ്ങൾ എപ്പോഴും വിലപ്പെട്ടതാണ്. നമ്മുടെ കുടുംബ ബന്ധം എന്തൊക്കെ നമുക്കുണ്ട് എന്ന് പറഞ്ഞാലും അതിനേക്കാളും ഏറ്റവും വലുതാണ് നമ്മുടെ കുടുംബ ബന്ധം. ആ കുടുംബ ബന്ധം മക്കളോ ഭർത്താവോ അച്ഛൻ അമ്മ എല്ലാ ബന്ധങ്ങളും കുടുംബം എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഏറ്റവും പ്രാധാന്യമുള്ളതാണ്. അതിനാണ് നമ്മൾ ഏറ്റവും വലിയ പ്രാമുഖ്യത കൊടുക്കേണ്ടത് എപ്പോഴും, മറ്റുള്ളതിനേക്കാളൊക്കെ. മറ്റതൊക്കെ നമുക്ക് സമ്പാദിക്കാൻ പറ്റും, നമ്മുടെ ഭാഗ്യം പോലെയാണ്. പക്ഷേ ഈ കുടുംബം എന്ന് പറയുന്നതില്ലേ, അത് നമുക്ക് ഏറ്റവും വിലപ്പെട്ടതാണ്. അത് ഒരിക്കലും നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോയാൽ പിന്നെ അതേ എന്താ പറയുക ആ ഒരു തീവ്രതയോടെ അതിലേക്ക് അടുക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ ആ സ്നേഹബന്ധത്തെ നമ്മൾ എപ്പോഴും ഒരുപാട് വില കൽപ്പിക്കേണ്ടത് അതിനെയാണ്.
അതാണ് നമുക്ക് ഈ ഇന്ന് ഉണ്ടാവും നാളെ മറ്റവരുടെ കയ്യിൽ പോണ ഈ കാശോ പണമോ പ്രശസ്തിയോ ഒന്നുമല്ല. കുടുംബ ബന്ധങ്ങൾക്കാണ് നമ്മൾ ഏറ്റവും പ്രാമുഖ്യത്തെ കൊടുക്കുന്നത്. എന്താ അല്ലേ? ശരിയല്ലേ? എൻ്റെ അഭിപ്രായം അങ്ങനെയാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്നും ഞാൻ പ്രാധാന്യം എൻ്റെ കുടുംബത്തിന് തന്നെയാണ്. അതുപോലെ എല്ലാവരും അങ്ങനെ ആവണം. ഇനിയിപ്പോൾ നമുക്ക് ഈ 100 മിനിറ്റ് ഇതൊന്നും ഇട്ടോട്ടെ. ഇഞ്ചിയും വെളുത്തുള്ളി എനിക്ക് ഇട്ടു. അത് മൂപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് ഇട്ടിട്ട് അത് ഇട്ട് കൊടുത്തിട്ട് 2 മിനിറ്റ് നോക്കി കഴിഞ്ഞിട്ട് നമുക്ക് ഇതാ ഈ തൈര് 1 സ്പൂൺ തൈര് കേട്ടോ. അത് കൊടുത്തു. അതിൻ്റെ ഇടയ്ക്കിടെ ഇതും പറയണല്ലോ, ഇത് കാണിക്കണ്ടേ? ഇതിൻ്റെ കാര്യം മറന്നു പോയി. അതുപോലെ അമ്മ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമുക്ക് എന്നും വരുന്ന ചില ഗുഡ് മോർണിംഗ് മെസ്സേജുകൾ, ഗുഡ് നൈറ്റ് മെസ്സേജുകൾ ഡെയിലി വരും. എന്നെങ്ങനെയല്ല, എല്ലാ ദിവസവും അത് അയക്കുന്ന ചില ആൾക്കാരുണ്ടാവും. ഇത് അയക്കുന്ന ആൾക്കാർ ദിവസം ഇത് തന്നെ ഇത് മാത്രമേ അയക്കുന്നുണ്ടാവുള്ളൂ, വേറെ ഒന്നും നമുക്ക് അയക്കുന്നുണ്ടാവില്ല. അല്ലെങ്കിൽ വിശേഷ ദിവസങ്ങളിൽ മാത്രമേ വേറെ വല്ല മെസ്സേജ് ഉണ്ടാവുള്ളൂ. അത് ഇട്ടോളൂ, എൻ്റെ ഇടം വെച്ച് ഇട്ടോളൂ. പിന്നെ മുളക് പൊടി, അത് എരിവില്ലാത്ത മുളക് പൊടി ആയത് കാരണം 1.5 സ്പൂൺ മുളക് പൊടി. പിന്നെ ഇതിന് മല്ലിപ്പൊടി വേണ്ട, എരിവ് കുറവാണല്ലോ മുളക് പൊടി ഇത് ഉപയോഗിക്കുന്നത്. എരിവ് ഈ മുളക് പൊടിക്ക് ഇത്തിരി കുറവാണ്. ഈ നിറം മാത്രമേ ഉള്ളൂ. അത് മറ്റേതറിയോ, നിറം കണ്ട ഭയങ്കര എരിവ തോന്നും. പിരിയൻ മുളകും മറ്റേ മുളകും കൂടി ഒരുമിച്ച് പൊടിപ്പിച്ചത് കാരണം നിറം കൂടുതലുണ്ടാവും. രണ്ടും കൂടി ഒരുമിച്ച് പൊടിപ്പിച്ചാൽ മതി, പകുതി പകുതിയായിട്ട്. അപ്പോൾ എരിവ് കുറവായിരിക്കും. ഈ മുളകിലുണ്ടോ പിരിയൻ മുളക്? ആ, മുളകുണ്ട്. പിരി തിരിഞ്ഞെന്നൊക്കെ പറയില്ല, അതുപോലെ. ഇനി കുറച്ച് മല്ലിയില, പിന്നെ ഈ പച്ചമുളക് ഇതും കൂടി ഇട്ട് നമുക്ക് കൂടി ഇളക്കി കൊടുക്കാം. പിന്നെ നമ്മുടെ അത്യാവശ്യം ഒരു കുരുമുളക് പൊടി. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ എരിവിൽ കുരുമുളക് പൊടിക്ക് ഉണ്ടാവും. മുളകിന് വലിയ എരിവൊന്നുമില്ല, കളറ് മാത്രമേ. കുരുമുളകിൻ്റെ ഫ്ലേവർ ആയിരിക്കും കൂടുതലല്ല. അപ്പോൾ ഇതിന് അടച്ചു വെക്കണം. ഇപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്ക് എന്നും ഡെയിലി വരുന്ന ഒരു ഗുഡ് മോർണിംഗ്, അതുപോലെ ഗുഡ് നൈറ്റ് മെസ്സേജുകൾ ഉണ്ടാവും. എസ്പെഷ്യലി ഗുഡ് മോർണിംഗ്. ഈ ഗുഡ് മോർണിംഗ് എല്ലാ ദിവസവും നമുക്ക് സ്ഥിരം ഒരാൾ അയച്ചു കൊണ്ടുവരും. നമുക്കറിയാം ഇന്ന സമയത്ത് ആ ഫോണിൽ മെസ്സേജിൻ്റെ ഒരു സൗണ്ട് വരുന്നത് ഇന്ന ആളുടെ ആയിരിക്കും. ഇങ്ങനെ നോക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഒരു ആലസ്യ ഭാവത്തോടു കൂടെ തുറന്നു നോക്കാൻ പോകില്ല. സമയമുള്ളപ്പോൾ നോക്കാം, കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാം, അങ്ങനെയൊക്കെ വിചാരിക്കും. പക്ഷെ നമ്മളൊന്നും ഓർക്കുന്നില്ല, എവിടെയോ ദൂരെ ഇരുന്നിട്ട് ഒരാൾ ദിവസം നേരം പുലരുമ്പോൾ എർലി മോർണിംഗ് നമുക്ക് എണിച്ചിട്ട് അയാളുടെ ഒരു നിമിഷം നമുക്ക് വേണ്ടി മാറ്റി വയ്ക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ താൻ ജീവിച്ചിരിക്കുമ്പോൾ മറ്റൊരു വ്യക്തിയെ എന്ന് വെച്ചാൽ നമ്മളെ അയാൾ ഓർക്കുന്നുണ്ടെന്നല്ല എൻ്റെ സത്യം. അതിലൊരു മഹത്തായ സന്ദേശമല്ലേ. ഞാൻ എന്നും നിങ്ങളെ ഓർക്കുന്നുണ്ട്. ചിലർ ഇങ്ങനെ ഡെയിലി ഗുഡ് മോർണിംഗ് കിട്ടുമ്പോൾ തിരിച്ചയക്കാറില്ല. തിരിച്ച് ഗുഡ് മോർണിംഗ് എന്നൊക്കെ നോക്കിയിട്ട് മിണ്ടാണ്ടാവും. ഇന്നാരും അയക്കാൻ മറക്കാത്ത ചില വ്യക്തികളുണ്ടല്ലേ. അവരെന്തുകൊണ്ടത് അയക്കണോ? ഈ ഒരു ചെറിയ സ്നേഹബന്ധത്തിന് അവർ നൽകുന്ന വിലയാണ്. അതുപോലെ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഇന്നത്തെ കാലഘട്ടം എന്താണ് ഇന്നത്തെ കാലഘട്ടത്തിൽ മറന്നു പോയിട്ടുള്ളത് എന്തറിയോ? പരസ്പരം സമയം കൊടുക്കാൻ. ആർക്കും ആരെയും സമയം കൊടുക്കാൻ സമയമില്ല. ഒരു വീട്ടിൽ അച്ഛനും അമ്മയും മക്കളും മരുമക്കളൊക്കെ ഉണ്ടാവും, ഉണ്ടെന്ന് തന്നെ ഉള്ളൂ. 4 5 പേരൊക്കെ ഉണ്ടാവും. പക്ഷെ ഓരോരുത്തരും ഓരോ മുറിയിൽ അവരവർക്കൊരു മുറി ഉണ്ടാവും. ആ മുറിയിനുള്ളിൽ അവരുടെ ലാപ്ടോപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് അവരായി അവരുടെ പാടായി. എങ്ങനെയുണ്ട് വിശേഷം, എന്താണ് വിശേഷം ചോദിക്കാൻ ആർക്കും സമയമില്ല. ആ ഊണ് കഴിക്കുന്ന സമയത്തൊന്ന് ഇറങ്ങി വരിക, അല്ലെങ്കിൽ ജോലിക്ക് പോവുക. ഇവരിങ്ങനെയാണോ, എങ്ങനെ വളർന്നു, എങ്ങനെ വലുതായി ഒന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല. വീട്ടിലൊരു അച്ഛനമ്മയുണ്ട്, അവൻ്റെ അവസ്ഥ എന്താണ്, ഇടയ്ക്കൊന്ന് പോയിട്ട് അവരൊരു അന്വേഷണം പറയും. ഇതൊക്കെ ഒരു കാലഘട്ടത്തിന് ശേഷം മാഞ്ഞുകൂടി ഇരിക്കുകയാണെന്ന്. ഇന്നില്ല. ഇന്നൊരു പരസ്പരം അണ്ടർസ്റ്റാൻഡിങ്. ഈ പറഞ്ഞ ഒരു വീട് എന്ന് പറഞ്ഞ ഒരു വേറെ കല്ലും മണ്ണും കൊണ്ട് കെട്ടിയൊരു വെച്ചിട്ട് അടച്ചു വെക്കും. ഇത് വേവട്ടെ കേട്ടോ. എന്നിട്ട് ഇനി ബാക്കി കാര്യങ്ങൾ നമുക്ക് അടച്ചു വെക്കാം. മെല്ലെ ഇരുന്ന് വേവട്ടെ. അപ്പോൾ യഥാർത്ഥത്തിലൊരു വീട് എന്ന് പറഞ്ഞാൽ എല്ലാവരും ധാരണ വലിയൊരു ബംഗ്ലാവാണ്, അല്ലെങ്കിൽ വീട്ടിൻ്റെ മുറ്റത്തൊരു കാറാണ്, അല്ലെങ്കിൽ ബാങ്കിലത്തൊരു ക്യാഷാണെന്നുള്ളതല്ല. ആ വീട് നമുക്ക് വീടായിട്ട് തോന്നണമെങ്കിൽ പരസ്പരം ഒരു അണ്ടർസ്റ്റാൻഡിങ് വേണം. എല്ലാവരോടും സംസാരിക്കാനൊരു സമയം ബാക്കി വെക്കണം. ഇപ്പോൾ ജോലിക്ക് പോകണവരും ജോലി കഴിഞ്ഞ് വരുന്നവരൊക്കെ അവസാനം ഒരു കുറച്ച് നേരം എല്ലാവരും ഒരുമിച്ചിരുന്ന് സംസാരിക്കണം. ആ സംസാരത്തിലാണ് ഒരു കുടുംബമാവുക അല്ലേ.
ഒരാളുടെ മനസ്സ് ഇന്നൊരാളെ അറിയാൻ സാധിക്കണം. അത് ഭാര്യ ഭർത്താവായാലും മക്കളും അച്ഛനും അമ്മയായാലും ഇവർ തമ്മിലൊക്കെ അങ്ങനെ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് അത് വീടാവുക? യഥാർത്ഥത്തിൽ ലോഡ്ജിൽ താമസിക്കും പോലെ അല്ലേ? ഓരോരുത്തർ അവരവരുടെ സ്വകാര്യത പറഞ്ഞ ഓരോ സ്ഥലത്തേക്ക് പോവുക. ഊണ് കഴിക്കേണ്ട സമയത്ത് ചിലപ്പോൾ ഫോം വിളിക്കേണ്ട ഗതികേടാണ് ഒരേ വീട്ടിൽ ഊണ് തയ്യാറായി വായ വന്നിട്ട് അമ്മ ഒരു ഫോം വിളിച്ച് പറയേണ്ട ഒരു ഗതികേട്ടിലേക്ക് നമ്മുടെ ഈ സമൂഹം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുമ്പോൾ സത്യത്തിൽ പറയുകയാണെങ്കിൽ ലജ്ജ തോന്നുന്നില്ല നമ്മുടെ ഈ ജീവിതശൈലിയോട്, അല്ലേ? എന്താണ് ഒരു കുടുംബം? അവിടെ ഇത്തിരി തമാശ പറയാനും അമ്മ നേരത്തെ പറഞ്ഞ പോലെ ഭക്ഷണം കഴിക്കുമ്പോൾ അമ്മയോടൊപ്പം കൂടി ഭക്ഷണം കഴിക്കാനും ഒക്കെ ഇരുന്ന് ഒരു വായ ഭക്ഷണം കഴിച്ച് ആ ഒരു ഭക്ഷണത്തിൻ്റെ രുചി കാര്യങ്ങളൊക്കെ പങ്കെടുത്തെടുക്കുമ്പോഴല്ലേ ആ ഭക്ഷണത്തിനൊക്കെ ഒരു രുചിയുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കും. ഒരു കാലഘട്ടങ്ങൾ ഒരുപാട് നമ്മുടെ കയ്യിൽ വേറെ ഒന്നുമില്ലാത്തൊരു കാലഘട്ടം, അന്നത്തെ ഒരു കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ സംസാരത്തിന് ഏറ്റവും പ്രാധാന്യം ഉണ്ടായിരുന്നു. അമ്മ അടുക്കളയിൽ പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആ മക്കളായാലും ഇടയ്ക്ക് അടുക്കളയിൽ വന്നതിന് സഹായിച്ചു തരും. അതിൻ്റെ ഒപ്പം എന്തെങ്കിലും കുശലം പറഞ്ഞുകൊണ്ടിരിക്കും. അതൊക്കെ കേൾക്കുമ്പോൾ അടുക്കളയിൽ പണിയെടുക്കുന്ന അമ്മയ്ക്ക് വളരെ സന്തോഷമാണ്. അതുപോലെ അച്ഛനൊരു ഉമ്മറപ്പടിയിൽ ഇരിക്കുന്നെങ്കിൽ അച്ഛനോട് പോയിട്ട് നിനക്ക് സംസാരിക്കും. ഇന്ന് എവിടെ ആർക്കാണ് നേരമുള്ളത്? ആർക്കും ഒന്നിനും നേരം. ഇത് ഇങ്ങനെ തന്നെ പോയാൽ ഒരു ബന്ധങ്ങൾക്ക് വിലയില്ലാത്തൊരു കാലം വരും. പിന്നെ അമ്മ നേരത്തെ പറഞ്ഞത് സ്നേഹിക്കപ്പെടാനും സ്നേഹിക്കാനും ഒരു മനസ്സ് നമുക്കില്ലെങ്കിൽ പിന്നെ ജീവിച്ചിട്ട് എന്താണ് കാര്യം? ജീവിതത്തിൽ ഒരു അർത്ഥമില്ല. നമ്മൾ സമ്പാദിച്ചു എന്ന് വെച്ചോ, അത് മാത്രം നമുക്ക് കൂടെ ഉണ്ടാവും. അല്ലാണ്ട് നമ്മൾക്ക് സ്നേഹിക്കാൻ അവസരം നമുക്കും ഇല്ല, നമുക്ക് അങ്ങോട്ട് സ്നേഹിക്കാനും ആളില്ലാണ്ടാവുമ്പോൾ സ്നേഹം എന്ന് പറഞ്ഞതേ ഇല്ലാണ്ടാവുകയാണ്. ഈ ലോകത്തു നിന്ന് മറിഞ്ഞു പോവുകയാണ്. എന്തായാലും അച്ഛനാവട്ടെ അമ്മയാവട്ടെ നമ്മൾ അവരോട് ഇത്തിരി നേരം സംസാരിക്കുക. ജോലിക്ക് പോയി വന്ന ഭാര്യയോട് ഇത്തിരി നേരം സംസാരിക്കുക. മക്കളോട് ഇത്തിരി നേരം സ്കൂളിലെ കാര്യങ്ങളോ അല്ലെങ്കിൽ അവർക്ക് ഇനി ജോലി ഇല്ലവരാണെങ്കിൽ ജോലിയുടെ കാര്യങ്ങളൊക്കെ അച്ഛനും അമ്മയും അന്വേഷിക്കുക. അച്ഛനും അമ്മയും അവരൊന്നും അന്വേഷിക്കുക. അങ്ങനെയുള്ളൊരു കാലം ഉണ്ടായിരുന്നു. ആ കാലത്ത് എല്ലാ ബന്ധങ്ങൾക്കും ബാന്ധവ്യങ്ങൾക്കൊരു വില ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ എന്താ അറിയോ, ഒന്നുമില്ല. മകൻ ജോലിക്ക് വരുന്നു, വേഗം മുറിയിൽ കയറി അവർ ഫ്രഷായി എന്താണ് ചായ കുടിച്ചു, ഒരു ലാപ്ടോപ്പ് എടുത്തു വരുന്നു, അല്ലെങ്കിൽ മക്കളെ ഒരു ഫോൺ എടുത്തു വരുന്നു. മറ്റുള്ളവർ വീട്ടിലുള്ള സ്ത്രീകൾ എന്താ ചെയ്യുക, സീരിയലിൻ്റെ മുമ്പിലിരിക്കും. അങ്ങനെയുള്ള കാലങ്ങളിൽ ഈ സ്നേഹം എന്ന് പറയുന്നത് നമ്മുടെ നിന്നും മാഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയുള്ള തലമുറയ്ക്കെങ്കിലും ഈ ബന്ധങ്ങളുടെ വില പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് വളർത്തി. ഒരു വീട് എന്ന് പറഞ്ഞാൽ നമ്മുടെ സുഖ ദുഃഖങ്ങളെല്ലാം പങ്കിടാനുള്ളതാണ്. സ്നേഹം അങ്ങോട്ട് ഇങ്ങോട്ട് പങ്കിടാണ്. അല്ല 4 ചുമരുകൾക്ക് അടച്ചിരിക്കാൻ ഒരു വീട് വേണമെന്നില്ല. അത് ലോഡ് കൊണ്ടുപോയി അല്ലേ? പിന്നെ ചിലർ പറയും സ്നേഹിക്കാനൊക്കെ ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ. ആ ചോദ്യത്തിൻ്റെ ഉത്തരം എന്താ അറിയോ? നമ്മുടെയൊക്കെ ജീവിതത്തിൽ എത്രയോ സമയം കടന്നു പോയി കഴിഞ്ഞു. നമ്മൾ സമയമുണ്ട് പറയുമല്ലോ. ഇനി മുന്നോട്ട് എത്ര സമയമുണ്ട് നമുക്കറിയില്ല. പക്ഷെ എത്ര സമയം നമ്മൾ കടന്നു വന്നു എന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും. അതേപോലെ സമയത്തിൻ്റെ വില അറിയണമെങ്കിൽ ആദ്യം നമ്മൾ നോക്കേണ്ടത് ഒരു വിദ്യാർത്ഥിയാണ്. ഒരു പഠിക്കുന്ന വിദ്യാർത്ഥി ഒരു വർഷം പോയി കിട്ടിയാൽ ആ വർഷത്തിൻ്റെ വില എന്താണെന്ന് ആ പയ്യനറിയാം. ഒരു വർഷത്തിൻ്റെ വില അറിയണമെങ്കിൽ ഒരു വിദ്യാർത്ഥിയെ ചോദിക്കണം. അതുപോലെ ഒരു മാസത്തിൻ്റെ വില എന്താണെന്ന് അറിയണമെങ്കിൽ യഥാർത്ഥത്തിൽ ഒരു ഗർഭിണി സ്ത്രീയോട് ചോദിക്കണം. കാരണം എന്താ പറയുക, അവർക്ക് ഓരോ ദിവസം കൂടി വിലപ്പെട്ടതാണ്. അപ്പോൾ ഒരു മാസത്തിൻ്റെ വില എന്താണെന്ന് അറിയണമെങ്കിൽ ഒരു ഗർഭിണിയോട് ചോദിക്കണം. അതുപോലെ തന്നെ ഒരു നിമിഷത്തിൻ്റെ വില എന്താണെന്ന് അറിയണമെങ്കിൽ ട്രെയിൻ മിസ്സാക്കി നിൽക്കുന്ന ഒരാളുണ്ടാവും പ്ലാറ്റ്ഫോമിൽ. അവിടെ പോയി ചോദിച്ചാൽ അയാൾ പറയും ഒരു നിമിഷത്തിന് വിലയുണ്ട്. കാരണം ആ ഒരു നിമിഷം മുമ്പ് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ആ ട്രെയിന് വിട്ട് എത്തേണ്ട അവിടെ എത്താം, അല്ലെങ്കിൽ എൻ്റെ ഒരു ദിവസം പോയി കിട്ടി. അപ്പോൾ ആ ദിവസത്തിനുള്ള വാല്യുവേഷൻ അവിടെ മനസ്സിലാവും. ഒരു സെക്കൻഡ് അതിനെന്ത് വിലയുണ്ടെന്ന് അറിയണമെങ്കിൽ യഥാർത്ഥത്തിൽ ഒരു മത്സരം ഒരു സെക്കൻഡിൻ്റെ ഇതിൽ നമ്മൾ തോറ്റുപോയിട്ടുണ്ടാവും. ആ ഒരു സെക്കൻഡ് എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന് പറയുമ്പോൾ ഈ സമയത്തിനൊക്കെ ഒരുപാട് വാല്യൂ ഉണ്ട്. അപ്പോൾ കഴിഞ്ഞു പോയ സമയങ്ങളിലോ നമ്മൾ ആർക്കും സമയം കൊടുത്തിട്ടില്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന സമയങ്ങളിലേക്ക് നമ്മൾ ആ സമയം കൊടുക്കണം. അതുപോലെ തന്നെ നമ്മളെന്നും അന്വേഷിക്കുന്ന ചില വ്യക്തികളുണ്ടാവും. അത് ഗുഡ് മോർണിംഗിലൂടെ ആയിക്കോട്ടെ, ഒരു ഫോൺ കാലിലൂടെ ആയിക്കോട്ടെ, ചിലപ്പോൾ 2 വാക്കേ സംസാരിക്കുള്ളൂ അല്ലേ? അങ്ങനെ ചിലർ നമ്മുടെയൊക്കെ ജീവിതത്തിലില്ലേ 2 വാക്കുകൾ മാത്രമേ സംസാരിക്കുള്ളൂ. 2 വാക്ക് സംസാരിക്കി വെക്കുന്ന ഫോണിന് ഒരിക്കലും നമ്മൾ നെഗ്ലിജൻസ് ആയിട്ട് കളയുന്നു. ഒന്നുമില്ല, വെറുതെ വിളിച്ചു എന്ന് പറയും. പിന്നെ അവർ പറയും എല്ലാവർക്കും സുഖല്ലേ, മഴയുണ്ടോ, ഇത്രയൊക്കെ ചോദിക്കുള്ളൂ. എന്നാലും കൂടി അവർ ആ ചോദിക്കുന്നത് എന്തിനറിയോ, നമ്മളോടുള്ള ഒരു സ്നേഹം കരുതലും അവർക്ക് ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. അല്ലേ? അപ്പൊ അങ്ങനെ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ചില സമയത്ത് ഈ ഫോണുകളൊക്കെ വരുമ്പോൾ ചില ആൾക്കാർ എന്ത് ചെയ്യും, ആ ഫോൺ അത് വെറുതെ വിളിക്കുകയാണ്, വേറെ വിശേഷമൊന്നുമില്ല, അവർ എടുക്കാണ്ടിരിക്കും. പക്ഷേ ആ ആഴ്ചയിൽ 2-3 ദിവസം അവരവരുടെ സമയം നമുക്ക് വേണ്ടി മാറ്റിവെക്കുകയാണ്. അതിലൊരു മഹാസന്ദേശമുണ്ട്. എന്തറിയോ, നമ്മൾ എവിടെ ഉണ്ടെങ്കിലും നമ്മുടെ സുഖ അന്വേഷണങ്ങൾ അന്വേഷിക്കാൻ ഒരാൾ എവിടെ ഉണ്ട്. സത്യം പറഞ്ഞ സ്നേഹത്തിൻ്റെ ഒരു മറുരൂപമാണ് അതൊക്കെ. അപ്പോൾ നമ്മൾ നിസ്സാരമായിട്ട് കാണുന്ന ഒരുപാട് വലിയ സ്നേഹബന്ധങ്ങളുണ്ട്. അതുപോലെ ദിവസം നമുക്ക് വേണ്ടി മെനക്കെട്ടയക്കുന്ന ഓരോ സന്ദേശങ്ങളും അല്ലേ, അതിലൊക്കെ ഒരു മഹത്തായ സന്ദേശമുണ്ട്, ഒരു മെസ്സേജ് ഉണ്ട്. ഒരു ദിവസം തുടങ്ങുമ്പോൾ നമ്മളെ ഓർക്കാൻ ഒരു വ്യക്തികൾ എവിടെയുണ്ട് എന്നുള്ളത് അല്ലേ.
ഇപ്പോൾ അച്ഛൻ്റെ ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ട് ഉണ്ട് കോട്ടയത്ത്. അങ്ങൊരു ഇപ്പോൾ ഒരു പേഷ്യൻ്റ് ആണ്. അങ്ങനെ ഇരിക്കുന്ന ആള് വയ്യാണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഒരു 3-4 വർഷമായി. പക്ഷേ ഇപ്പോഴും ആഴ്ചയിൽ 3 പ്രാവശ്യം ഇങ്ങോട്ട് വിളിക്കും, ഞങ്ങൾ അങ്ങോട്ടും വിളിക്കും. അപ്പോൾ എപ്പോൾ വിളിച്ചാലും ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും അവർ അന്വേഷിച്ചറിയും. അപ്പോൾ എന്താ പറഞ്ഞാൽ അതൊരു സ്നേഹമാണ്. എത്ര വർഷങ്ങളായി, എത്ര 45 വർഷത്തെ ആണെന്ന് തോന്നുന്നുണ്ട്, 45-നും കൂടും. ഈ നിമിഷം വരെ ആ സ്നേഹബന്ധത്തിന് ഒരു ഉലച്ചിലും തട്ടിയിട്ടില്ല. ആഴ്ചയിൽ 3 പ്രാവശ്യം എന്തായാലും വിളിക്കും. പണ്ടൊക്കെ അങ്ങനെയല്ല, അതിലും കൂടുതൽ വിളിക്കും, വരും ചെയ്യും. ഇപ്പം ആൾക്ക് വയ്യാത്തതുകൊണ്ട്, പ്രായമായി, പിന്നെ വയ്യാത്ത ഒരു സ്ഥിതി ആയതുകൊണ്ട് ഫോണിലൂടെ ആഴ്ചയിൽ 3 പ്രാവശ്യം കുറഞ്ഞത് എല്ലാ വിശേഷങ്ങളും എല്ലാവരുടെയും ചോദിക്കും. അനിയന്മാരുടെയോ മക്കളുടെയോ എല്ലാ കാര്യങ്ങളും ചോദിക്കും, അവരുടെ കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള സ്നേഹബന്ധങ്ങൾ നിലനിൽക്കണം എപ്പോഴും. അതേപോലെ അമ്മ, എന്നാണോ സ്നേഹബന്ധങ്ങൾ ഈ സംസാരം നിലച്ചു പോണത്, സത്യത്തിൽ സ്നേഹബന്ധങ്ങൾ ഇല്ലാണ്ടായി പോവല്ലേ, സ്നേഹബന്ധങ്ങൾ മരിച്ചു പോവല്ലേ. ഇപ്പൊ അമ്മ ആലോചിച്ച് നോക്ക്, അമ്മയ്ക്കൊരു സഹോദരി ഉണ്ടെന്ന് വിചാരിച്ചു. അമ്മ നമ്മുടെ സഹോദരനെ വിളിക്കണേ ഇല്ല, സഹോദരി തിരിച്ചും വിളിക്കില്ല. വെറുതെ ഒരു എക്സാമ്പിൾ പറയാണ് കേട്ടോ. അങ്ങനെ വർഷങ്ങളോട് കഴിഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് അവരായിട്ടൊരു ഹൃദയബന്ധം ഉണ്ടാവും. ഒരു അമ്മയുടെ വയറ്റിൽ നിന്ന് വന്ന ആൾക്കാരൊക്കെ തന്നെ ആയിരിക്കും. പക്ഷെ വർഷങ്ങളോടെ മിണ്ടാണ്ടിരുന്ന ഒരു അറ്റാച്ച്മെന്റ്, ഈ ബന്ധങ്ങളുടെ തീവ്രത കുറഞ്ഞു പോയില്ലേ. അപ്പൊ സംസാരം നിലയ്ക്കുമ്പോൾ ശരിക്കും സംബന്ധങ്ങൾ മരിച്ചു പോകണം. അതാണ് അതിന്റെ സത്യം അല്ലേ. എനിക്ക് ഭയങ്കര തിരക്കാണ്, അത് കാരണം എനിക്ക് വിളിക്കാൻ പറ്റില്ല. പക്ഷെ ഒന്ന് ഞാൻ പറയാ, എത്ര തിരക്കുണ്ടെങ്കിലും 1 മിനിറ്റോ 2 മിനിറ്റോ ബാക്കി വെച്ചിട്ട് നിങ്ങൾക്ക് സുഖാണെന്ന് ചോദിക്കാൻ സമയമില്ലാത്തവരായിട്ട് ഈ ലോകത്ത് തന്നെ ആരുമില്ല അല്ലേ. അങ്ങനെയുള്ള തിരക്കുള്ള ജീവിതം വേണ്ടാന്ന് വെക്കണോ? എന്തിനാണ് ഈ തിരക്ക് പിടിച്ച ജീവിതം ഓടിയിട്ട് നമ്മുടെ എവിടെ എത്താനാ? ഒന്ന് അന്വേഷിക്കുക, നിനക്ക് സുഖാണോ, ശരി എനിക്ക് സമയമില്ല, വെച്ച് കഴിഞ്ഞാൽ അതിലുണ്ടൊരു സന്തോഷം അല്ലേ. അപ്പൊ അതിനും കൂടി സമയമില്ലാത്തൊരു ജീവിതം ആർക്ക് വേണ്ടി ജീവിക്കുക? മിണ്ടാനും പറയാനും ഉള്ള സമയമില്ലാത്ത ബന്ധങ്ങൾ ഒരിക്കലും അത് മുന്നോട്ട് പോവില്ല. കാരണം എന്താ പറയാ, അകലം കൂടുമ്പോ സ്നേഹം കൂടുന്നൊക്കെ പറയില്ലേ, ശരിക്കും പറഞ്ഞാൽ അതല്ല. എന്താ പറഞ്ഞാൽ അകലം കൂടുമ്പോഴും നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു സന്ദേശങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുമ്പോൾ മാത്രമാണ് സ്നേഹം ഉണ്ടാവുന്നത്. അതെ. ഇപ്പൊ അമ്മയുടെ കാര്യം തന്നെ, ഇപ്പൊ അമ്മയുടെ ഫോർ എക്സാമ്പിൾ അമ്മയുടെ കാര്യം തന്നെ എടുത്തു നോക്കിക്കോളൂ. ഇപ്പൊ അമ്മയ്ക്കൊരു ജീവിതത്തിൽ ഉല്ലാസവും സന്തോഷമൊക്കെ വരാൻ കാരണം എന്താ പറഞ്ഞാൽ, അമ്മ ഒരു യൂട്യൂബ് തുടങ്ങി, അതിൽ വളരെ കുറച്ച് പേര് അമ്മയ്ക്ക് ഇടുന്ന മെസ്സേജുകളും അമ്മ തിരിച്ചിടുന്ന മെസ്സേജുകളിലും അമ്മയുടെ ജീവിതത്തിൽ ഒരു സന്തോഷം കണ്ടെത്തുന്നു അല്ലേ. ആ സന്തോഷം കണ്ടെത്താൻ ഇതൊരു കാരണമായി അല്ലേ, യൂട്യൂബ് എന്നുള്ളതൊരു കാരണമായി. അപ്പം അങ്ങനെ ഈ ചെറിയ ചെറിയ സന്തോഷങ്ങളുണ്ടല്ലോ നമ്മുടെയൊക്കെ ജീവിതത്തിൽ, അത് വലിയൊരു എന്താ പറയുക, ഒരു തൃപ്തി നമുക്ക് നൽകും. ജീവിതത്തിൽ എന്തോ സാറ്റിസ്ഫാക്ഷൻ, എന്തിനും കിട്ടാത്തൊരു സംതൃപ്തിയാണ് ഇപ്പൊ എനിക്ക് കിട്ടിയിരിക്കുന്നത്. അതെ. അതുപോലെ തന്നെ ജീവിതത്തിൽ നമുക്ക് ഒരു സ്നേഹം എന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കമ്മ്യൂണിക്കേഷൻ വേണം. ആ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ആ ഒരു ബന്ധങ്ങളും ഒരുപാട് മുന്നോട്ട് പോവുകയില്ല. നമുക്ക് എന്തെന്നറിയോ, അറ്റാച്ച്മെന്റ് ഇല്ലാണ്ടാവും, അറ്റാച്ച്മെന്റ് തീരെ ഇല്ലാണ്ടാവും. എത്ര അടുത്ത ബന്ധമാണെങ്കിലും ഒരു അറ്റാച്ച്മെന്റ് കുറവ് വരും. അത് അങ്ങനെ തന്നെയാണ്. അപ്പൊ എന്തൊക്കെയായാലും സ്നേഹബന്ധങ്ങൾ എന്നും നിലനിൽക്കാൻ എന്നെന്നും സംസാരത്തോടെ സ്നേഹത്തോടെ മറക്കാതിരിക്കുക. നമ്മളെ ഓർത്ത് വിളിക്കുന്നവരെ നമ്മൾ മറക്കാതിരിക്കുക. നമ്മളും ചിലരെ ഓർക്കാനും വിളിക്കാനും മറക്കാതിരിക്കുക. കാരണം ഈ ഭൂമിയിൽ സ്നേഹിക്കപ്പെടാൻ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മളൊക്കെ പുണ്യം ചെയ്യണം. അതിനൊരിക്കലും മറന്ന് ജീവിച്ചിട്ട് ഒരു കാര്യമില്ല. അപ്പം എല്ലാവരും സ്നേഹിക്കട്ടെ, സ്നേഹിക്കപ്പെടാൻ ദൈവം ഇട്ടുകൊടുത്തിട്ട് നമുക്ക് ഇത്തിരി മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാവരും സ്നേഹിക്കപ്പെടാനും എല്ലാവരും സ്നേഹിക്കാനും ആരെയും നമ്മൾ മറക്കാതിരിക്കാനും ചെറിയ ചെറിയ സന്തോഷങ്ങളായിക്കുന്നത് എന്ന് നമ്മൾ ഓർക്കേണ്ടെന്നുള്ള സന്തോഷത്തോടു കൂടി നമ്മളും അതുപോലെ നമ്മളാരെങ്കിലും മറന്നിരിക്കുന്നെങ്കിൽ, നമ്മളാരെങ്കിലും വിളിക്കാൻ മറന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരൊന്ന് വിളിച്ച് ആ ബന്ധങ്ങളൊക്കെ തിരുതെറ്റി വെച്ച് കഴിഞ്ഞാൽ സത്യമായിട്ടും പറയാം, ജീവിതം എന്നതിന് സ്നേഹം ഒന്നും കൂടി ചേർത്ത് വെക്കുമ്പോഴാണ് അതിന് പരിപൂർണമായ അർത്ഥമുണ്ടാവുക അല്ലേ. ആരെങ്കിലുമൊക്കെ സ്നേഹിക്കുന്നവരൊക്കെ വിളിക്കാനോ ഒന്ന് സമയമില്ല, നാളെ വിളിക്കുക മറ്റന്നാൾ വിളിക്കുക എന്ന് വിചാരിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങളൊക്കെ ഒന്ന് വിളിച്ച് ആ ബന്ധങ്ങളൊക്കെ ഒന്ന് പുതുക്കൂ. എന്നിട്ട് നിങ്ങൾ ആഴ്ചയിൽ എടുക്കുകയോ അല്ലെങ്കിൽ ഒരു 10 ദിവസത്തിൻ്റെ ഇടയ്ക്കെങ്കിലും അവരോട് വിളിച്ച് സംസാരിച്ച് അങ്ങനെ ഒരു ഇത് വെച്ച് നോക്കൂ. ആ ബന്ധങ്ങളുടെ തീവ്രത നല്ല രീതിയിൽ മുന്നോട്ട് പോകും. നിങ്ങൾക്കും ഒരു സമാധാനം കിട്ടും. നിങ്ങളുടെ മനസ്സിലുള്ളത് എന്തെങ്കിലുമൊക്കെ അവനെൻ്റെ ആൾക്കാരോട് തന്നെ പറയാൻ പറ്റുക. അപ്പം അത് അങ്ങോട്ടും പറയാം, ഇങ്ങോട്ടും കേൾക്കാം. നമുക്കൊരു കേൾക്കാനും ആൾ വേണം, കേൾക്കാൻ ആളുണ്ടെങ്കിലല്ലേ പറയാൻ പറ്റുമോ. അപ്പം അങ്ങനെ നിങ്ങളൊന്ന് നോക്കൂ.
അപ്പൊ ഈ ബന്ധങ്ങളുടെ തീവ്രത അതിന്റെ സുഖമൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. സ്നേഹം ഉൾക്കൊണ്ടും സ്നേഹം കൊടുത്തും ജീവിക്കാനുള്ള നമ്മുടെ മനസ്സിനുള്ളിൽ നിന്ന് ഒരു സ്നേഹം വരും. അപ്പോൾ അവരോട് സ്നേഹം ഉൾക്കൊണ്ടും സ്നേഹം കൊടുത്തും ജീവിക്കാനുള്ളൊരു സൂപ്പർ ഫാസ്റ്റ് ബസ്സിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഏത് സമയത്ത് വേണം നമ്മുടെ ജീവിതത്തിൽ ഒരു സ്റ്റോപ്പ് വരും, അപ്പോൾ നമ്മൾ ഇറങ്ങി പോണ്ടി തന്നെ വരും. അതിനു മുമ്പ് നമ്മളുള്ള പാസഞ്ചേഴ്സൊക്കെ പരസ്പരം സ്നേഹിച്ചിട്ട് ഈ യാത്ര സുഗമമാക്കുക, അല്ലേ? ഇത്രയേ ഉള്ളൂ ജീവിതം. അപ്പോൾ എന്താ ചിക്കൻ കഴിഞ്ഞു, ഇനി അത് ഓഫ് ചെയ്യുക. കണ്ടോ, ഇത്രയേ ഉള്ളൂ. ഇത് രഞ്ജിത്തിന്റെ ചിക്കനാണ് കേട്ടോ. നിങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾക്ക് തരാം. അത് ഉറപ്പായിട്ടും.